ട്രംപ് കയറി കഴിയുമ്പോൾ എന്തെങ്കിലും വിസയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. With the US visa in your passport, you can go to 41 countries. Once you get American visa, അത് ലൈഫ് ലോങ് ആണ്. നിങ്ങൾക്ക് 6 മാസത്തേക്ക് തരണോ അതോ 3 മാസത്തേക്ക് തരണോ? ചിലർ പറയില്ല, നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസത്തേക്ക് തരുള്ളൂ. അവര് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒരു പ്രത്യേക ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫിനെ അവിടെ ഇല്ലെങ്കിൽ ആ ഷെഫിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ അവർക്ക് 5 ഇയറിലേക്ക് ലേബർ വിസ കിട്ടും. കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ഹൈ ഡൂയിങ് എന്നായിരിക്കും പറയുന്നത്, പക്ഷേ അതിൻ്റെ അർത്ഥം ഹൗ ആർ യു ഡൂയിങ് എന്നാണ്. ഷോർട്ട് വേർഷൻ ആയിട്ടാണ് അവർ ചിലപ്പം പറയുന്നത്. അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്? യെസ്, സോ മൈൻഡ് പ്രിപ്പയറിംഗ് ഈസ് നമ്പർ 1. ഹലോ വീവേഴ്സ്, വെൽക്കം ടു ഹാരിസ് അമീർ അലി പോഡ്കാസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്ന ഡെസ്റ്റിനേഷനാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്കയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ആ അമേരിക്കയിലോട്ട് പോകാനുള്ള റൂൾസും റെഗുലേഷൻസിനെ കുറിച്ച് അറിയാനായിട്ടും അവിടുത്തെ കാലാവസ്ഥയെ അറിയാനായിട്ടും അവിടുത്തെ ഫുഡ് കൾച്ചറിനെ കുറിച്ച് അറിയാനായിട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്നത് മിസ്റ്റർ സ്റ്റാൻലി ജോൺ. സ്റ്റാൻലി ജോൺ ന്യൂജേഴ്സി എന്നാണ് വരുന്നത്. പുള്ളിക്കാരൻ അവിടുത്തെ അമേരിക്കൻ സിറ്റിസൺ ആണ്. പുള്ളിക്കാരന് ഓൾറെഡി അവിടെ ടൈം ടു ഫൈൻഡ് എന്ന് പറയുന്ന ഒരു IT കമ്പനി ഉണ്ട്. അത് US ആർമിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമും നേവിയും എയർഫോഴ്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു IT കമ്പനിയാണ്. പിന്നെ പുള്ളിക്കാരന് ഒരു T2F എന്ന് പറഞ്ഞ ടൂർ കമ്പനി ഉണ്ട്. ആ ടൂർ കമ്പനിയാണ് നമ്മളുടെ കസ്റ്റമേഴ്സിനെ അമേരിക്ക മുഴുവനും കാണിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ മിസ്റ്റർ സ്റ്റാൻലി ജോണിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ സ്റ്റാൻലി ജോൺ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, ഞാൻ നിങ്ങൾ 34 വർഷമായിട്ട് അമേരിക്കയിലുണ്ട് അല്ലേ? ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? പിന്നെന്താ, അമേരിക്ക കൺസിസ്റ്റ് ഓഫ് 50 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റിനും ഓരോ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് എടുക്കുവാണെങ്കിൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ, ഡെലവെയർ, വാഷിങ്ടൺ DC, ബഫല്ലോ, ന്യൂയോർക്ക്, നയാഗ്ര ഫോൾസ്, പിന്നെ ഫ്ലോറിഡ, ഇതെല്ലാം നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിനകത്ത് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ലോസ് ആഞ്ചലസ് തൊട്ട് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയക്കകത്തുള്ളതാണ്. സാൻ ഫ്രാൻസിസ്കോ ഉണ്ട്, ലോസ് ആഞ്ചലസ് ഉണ്ട്, പിന്നെ ലാസ് വേഗസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് സൈഡിലാണ്. പിന്നെ നമുക്ക് മിഡ് വെസ്റ്റ് ഉണ്ട്, പിന്നെ സൗത്ത് ഉണ്ട്. പിന്നെ ഇത് ഏരിയ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസിസ്റ്റ് ഓഫ് 50 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലും കമ്പൈൻഡ് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് 48 സ്റ്റേറ്റ്സേ ഉള്ളൂ. അലാസ്കയും ഹവായിയും എന്ന് പറയുന്നത് രണ്ടും ഡിസ്റ്റൻസ് ആണ്. ബട്ട് ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദി 50 സ്റ്റേറ്റ്സ്. എനിക്ക് അറിയാനുള്ളത്, കാരണം മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ്, ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന നഗരത്തിൽ മീൻസ് ആ ഒരു കൺട്രിയിലോട്ട് പോകാനായിട്ട് ആൾക്കാർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അവരുടെ സ്വപ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നമാണ് അവരുടെ. പക്ഷെ അങ്ങോട്ട് എത്താൻ വിസ എങ്ങനെ എടുക്കും, വിസയുടെ കാര്യങ്ങളാണ് അവർ കൂടുതൽ അറിയേണ്ടത്. കാരണം കൂടുതൽ ആൾക്കാർ അവര് പുൾ ബാക്ക് ചെയ്യുന്നത്, അതായത് അവര് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും? നമ്മൾ വിസ കാറ്റഗറി നോക്കുമ്പോൾ മൾട്ടിപ്പിൾസ് ഇതുണ്ട്. അപ്പം ടൂറിസത്തിന് ഏറ്റവും നല്ലത് B1 B2 വിസയാണ്. ആ വിസ ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐദർ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ നമ്മുടെ ഇതിനകത്തൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റോയൽ സ്കൈയിൽ കൂടെ അപ്ലൈ ചെയ്താൽ നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മുടെ പേപ്പർ വർക്ക്സ് എല്ലാം എടുത്തിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റ്സും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം എടുത്തിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ബോംബെയിൽ അല്ലെങ്കിൽ ആന്ധ്ര ഈ സ്ഥലങ്ങളിലാണ് ഇത് കിട്ടുന്നത്. ഡൽഹി ഇവിടെയാണ് നമ്മുടെ മറ്റേത് പണ്ട് നമുക്ക് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പം B1 B2 വിസ ഉള്ളവർക്ക് മോസ്റ്റ് ടൈം 10 ഇയേഴ്സിനാണ് കിട്ടുന്നത്. പക്ഷേ ഈ 10 ഇയേഴ്സിന് കിട്ടുന്ന വിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്നെങ്കിലേ അതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. സോ യു വിൽ ഗോ ഫോർ ദ ഇൻ്റർവ്യൂ ആൻഡ് അത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തരും. ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് കെട്ടിവെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യൂഷ്വലി HDFC ബാങ്കിൽ കൂടെയോ ആക്സിസ് ബാങ്കിൽ കൂടെയോ നമ്മൾ പൈസ കെട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് പറയും, നമുക്ക് ഇത് തരും, സ്ലിപ്പ് തരും.
ആ സ്ലിപ്പിനനുസരിച്ച് നമ്മൾ ഡേറ്റ് പിക്ക് ചെയ്യാം. ആ പിക്ക് ചെയ്യുന്ന ഡേറ്റിലേക്ക് നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ, നമ്മുടെ ബാങ്ക് ബാലൻസ് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസറ്റ് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റൻഷൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാനായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. വൺസ് അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് അവരങ്ങ് മേടിക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് അയച്ചു തരും. അപ്പം ക്വയർ ഓഫ്റ്റൻ പീപ്പിൾ കെയർ അറ്റ് 10 ഇയേഴ്സിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ 10 ഇയേഴ്സിൽ വിസ കിട്ടിയാലും നിങ്ങൾക്ക് എൻട്രി വരണമെങ്കിൽ ഒരു പോർട്ടിൽ വന്ന് ഇറങ്ങി അവിടെ സ്റ്റാമ്പ് ചെയ്യുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന INS ഏജൻസ് ആണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 6 മാസത്തേക്ക് തരണോ അതോ 3 മാസത്തേക്ക് തരണോ? ചിലർ പറയും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസത്തേക്ക് തരുള്ളൂ. ദാറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദി INS ഓഫീസർ ഇസ് ട്രീറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അത് കഴിയുമ്പോൾ യൂഷ്വലി അവർ വരുമ്പോഴേക്ക് എല്ലാവർക്കും 6 മന്ത്സ് കൊടുക്കാറുണ്ട്. ദർ ആർ റെയർ ചാൻസസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ മാത്രമേ ഉള്ളൂ അവർ ടൈം കുറയ്ക്കുന്നത്. പിന്നെ ഒരു റിക്വയർമെന്റ്, നമ്മൾ ഈ 6 മാസത്തേക്ക് വിസ ഉണ്ടെങ്കിൽ 6 മാസത്തിന്റെ 2 ദിവസം മുമ്പേ നമ്മൾ ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 1 മാസത്തിന് മുമ്പ് എക്സ്റ്റൻഷൻ ഫയൽ ചെയ്യണം, വിച്ച് ഈസ് നോട്ട് എ വെരി ഗുഡ് ഐഡിയ. കാരണം നമ്മൾ വൈ യു വാണ്ട് ഗോ ത്രൂ ദ ഹാസൽ ആൻഡ് പേയിങ് എക്സ്ട്രാ മണി ആൻഡ് സ്റ്റേയിങ് ഇഫ് യു ഓൺലി ഡൂയിങ് എ ടൂറിസം. മനസ്സിലായോ? അപ്പോൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും B1 B2 വിസയാണ് നമ്മൾ കമ്പനിയിലൂടെ, ഇപ്പോൾ റോയൽ സ്കൈയിലൂടെ ആയിരിക്കും നമ്മളത് കൊടുക്കുന്നത്. കാരണം റോയൽ സ്കൈ ഈസ് എ B2C ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റോയൽ സ്കൈയിലുള്ള പിന്നെ വിസ സ്പെഷ്യലിസ്റ്റ് അതിനെക്കുറിച്ച് ഹാൻഡിൽ ചെയ്യും. പുള്ളി അതിൻ്റെ പ്രോപ്പറായ ഡോക്യുമെൻ്റ് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കളക്ട് ചെയ്യുകയും ചെയ്യും. ആ ഇൻഫർമേഷൻ വൺസ് വിസ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ പാസ് ഓൺ ടു മീ. സോ ദാറ്റ് വേ എനിക്കറിയാൻ പറ്റും ആരൊക്കെയാണ് വരുന്നത്, ആർക്കൊക്കെയാണ് 10 ഇയർ വിസ, 5 ഇയർ വിസ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ടൂർ കമ്പനിയിലൂടെ വന്നിരിക്കുന്ന മോസ്റ്റ് ആളുകൾക്കും 10 വർഷത്തേക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല വേറെ ഒരു വലിയ അഡ്വാൻറ്റേജ്, വൺസ് യു ഗെറ്റ് അമേരിക്കൻ വിസ അത് ലൈഫ് ലോങ് ആണ്. അല്ലാതെ ഒരു ദിവസം ഒരു 10 വർഷത്തേക്ക് മാത്രമല്ല, ആ 10 വർഷത്തിന് മുമ്പിട്ട് നമുക്ക് ആ വിസ റിന്യൂ ചെയ്യാം. ആ റിന്യൂവലിന് നമ്മൾ പോവുകയും വേണ്ട. യു ക്യാൻ സെൻഡ് എ ഫീ ആൻഡ് ഗോ ടു ദ കോൺസുലേറ്റ്, എ ലെറ്റർ ടു ദ കോൺസുലേറ്റ് ആൻഡ് പാസ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ, പുതിയ പാസ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരത് വീണ്ടും റിന്യൂ ചെയ്യും. ആസ് ലോങ് ആസ് നമ്മൾ വേറെ ഒരു ട്രബിളിലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു പ്രശ്നക്കാരനല്ല എന്ന് ഗവൺമെന്റ് തോന്നിയില്ല. നമ്മളവിടെ വന്ന് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പോലും നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ട്രബിൾ. പക്ഷേ നമ്മുടെ മലയാളീസ് എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവെ അങ്ങനെ ട്രബിൾ ഉണ്ടാക്കുന്നവരല്ല. അങ്ങനെയുള്ളവർ വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ചിലരൊക്കെ വരുമോ വിചാരിക്കുക നമ്മുടെ വിസ കിട്ടിയല്ലോ നമുക്കിനി അവിടെ വന്നു കഴിഞ്ഞിട്ട് വരണ്ട എന്നൊക്കെ. അങ്ങനെയുള്ളവരെ ഇപ്പം വളരെ രീതിയിൽ ക്രാക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. INS മാത്രമല്ല ഐസ് എന്നൊരു വേറൊരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് അങ്ങനെ ക്രാക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വിസ പ്രോസസ്സിംഗ് ഇറ്റ്സ് ബിക്കമിങ് ടഫർ, ബട്ട് വൺസ് യു ഗെറ്റ് ദാറ്റ് യു ആർ ഗുഡ് ഫോർ ലൈഫ്. സെക്കൻഡ്, വിത്ത് US വിസ ഇൻ യുവർ പാസ്പോർട്ട് യു ക്യാൻ ഗോ ടു 41 countries or 42 countries without 41 രാജ്യങ്ങളിലോട്ട് എൻട്രി ചെയ്യാം അവിടുത്തെ വിസ ഇല്ലാതെ. എക്സാമ്പിൾ ഇപ്പോൾ ഫിലിപ്പീൻസിൽ പോകുന്ന വെച്ചോ, നമ്മുടെ കയ്യിൽ US വിസ ഉണ്ടെങ്കിൽ ഫിലിപ്പീൻസിന് നമുക്ക് ഈ ഫിലിപ്പീൻ വിസ വേണ്ട, ഓൺ അറൈവൽ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അതായത് US പാസ്പോർട്ട് ന്റെ വിസ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 41 രാജ്യങ്ങളിൽ നമുക്ക് വിസ ഫ്രീ ആയിട്ട് പോകും. ഓക്കെ, ഇപ്പോ ഉള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞു, ട്രംപ് കയറി. അപ്പൊ ഈ ട്രംപ് കയറി കഴിയുമ്പോൾ എന്തെങ്കിലും വിസയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. ഈ B1 B2 ചാൻസ് കുറവാണ്. അത് ടൂറിസമാണ്. കാരണം അമേരിക്ക ലവ്സ് ടൂറിസ്റ്റ്. കാരണം ടൂറിസം ഈസ് വൺ ഓഫ് ദ റവന്യൂ. 32% ഓഫ് ദ റവന്യൂ ഈസ് ഫ്രം ദ ടൂറിസം. ലോകത്തെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എല്ലാ ടൂറിസ്റ്റുകളും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളായ ന്യൂയോർക്ക് സിറ്റിയും അതുപോലുള്ള അവിടത്തേക്കൊക്കെയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പറയുന്നത് ടൂറിസത്തിൽ നിന്നാണ്. സോ ടൂറിസം വിസ ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ, ബട്ട് ദർ ഇസ് എ കാറ്റഗറി ചേഞ്ചിങ് ഓൺ H1 H4, പക്ഷേ ലേബർ വിസ വരുന്നില്ലേ, അത് H1 എന്ന് പറയുന്നത് IT സെക്ടറിനും അല്ലെങ്കിൽ STEM ഇങ്ങനെയുള്ള റിസർച്ചിനുള്ള H1 വിസയ്ക്കും, അതുപോലെ H4 ഡിപ്പെൻഡന്റ് വിസ. പണ്ട് ഡിപ്പെൻഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ H1ന്റെ ഹസ്ബൻഡ് ഓർ വൈഫ്, അവരുടെ പാർട്ട്ണർ ആരാന്ന് വെച്ചാൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു വിസ ഇപ്പം വരുന്നുണ്ട് H4A. അത് പുതിയൊരു കാറ്റഗറീസ് ട്രംപിന്റെ സമയത്ത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അത് മോർ സ്കിൽഡ് ലേബർ വിസ. അപ്പൊ അത് പലരും ഇപ്പം ഈ ലേബർ വിസ ഉപയോഗിക്കുന്നുണ്ട്. ലേബർ വിസയ്ക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സ് അത് അവിടെ കാണാനില്ല അല്ലെങ്കിൽ അവിടെ കിട്ടാനില്ല. ഐ വിൽ ഗിവ് യു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു പ്രത്യേക ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫിനെ അവിടെ ഇല്ലെങ്കിൽ ആ ഷെഫിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ
അവർക്ക് 5 ഇയറിലേക്ക് ലേബർ വിസ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയെ കൂടുതൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്യും എന്നുള്ളതാണ്. കാരണം പുള്ളിക്ക് താല്പര്യം സ്കിൽഡ് ലേബേഴ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കൈൻഡ് ഓഫ് ആൾക്കാരെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങനെ നമ്മൾ സെനറ്റിന്റെ ഹിയറിംഗിലൊക്കെ കേട്ടു. ബട്ട് ഹൗ പ്രാക്ടിക്കൽ ഇസ് ദാറ്റ് അതിന് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഇനി ചോദിക്കാൻ പോകുന്നത്, ഒരു കസ്റ്റമർ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്? യെസ്, സോ മൈൻഡ് പ്രിപ്പയറിംഗ് ഈസ് നമ്പർ 1. നമ്മുടെ മൈൻഡിൽ നമ്മൾ പോകുന്നത് വേറെ രാജ്യത്താണ്. അതൊരു ഇറ്റ് ഈസ് നോട്ട് നോർമൽ ആസ് നമ്മളിപ്പോൾ ഒരു ഇന്ത്യ ഒരു രാജ്യം ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അവിടുത്തെ ചില എരക്കേസസ് ഡിഫറെന്റ് ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റി, ബാത്റൂം ഫെസിലിറ്റി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയാം, ഇവിടെ നമ്മൾ ചിലരുടെ ഭവനത്തിലൊക്കെ നമ്മൾ ഷവറും ബാത്റൂമും ഒരുപോലെ അല്ലേ, അതിന് നമുക്ക് സെപ്പറേഷൻ ഇല്ല. പക്ഷെ അവിടെ 99% അങ്ങനെയല്ല, യു ഹാവ് സെപ്പറേറ്റ്. അപ്പൊ അതുപോലുള്ളതായ അവര് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. എല്ലാ ഹോട്ടലിലും ടബ് ഉണ്ട്. ആ ടബിനകത്ത് സെപ്പറേറ്റ് ആയിരിക്കും. നമ്മളുടെ നമ്പർ 2 അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. സോ എപ്പോഴും വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വീടായിരിക്കാനായിട്ട് അവർ ശ്രമിക്കും. കാരണം അവിടെ തന്നെയാണ് ഇവർ ഈ പൗഡർ റൂം എന്നുള്ള കോൺസെപ്റ്റ്, അവിടെ തന്നെ നമ്മൾ മേക്കപ്പ് ഇടുന്നത് അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നതിനുള്ള. അപ്പൊ അവിടോട്ട് വെള്ളം വീഴാതിരിക്കാനായിട്ട് ദേ യൂഷ്വലി സെറ്റപ്പ് ആസ് എ പൗഡർ റൂം / പൂപ്പർ എന്ന് പറയും. പൂപ്പർ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് ആദ്യമായിട്ട് വരുമ്പോൾ. അപ്പൊ അത് ഒരു മെന്റൽ പ്രിപ്പറേഷൻ ആയിരിക്കണം. പിന്നെ ആരെ കണ്ടാലും അവർ പ്രത്യേകം സാലുവേറ്റേഷൻ അല്ലെങ്കിൽ പറയും. നമ്മൾ ചിലപ്പം ഫാസ്റ്റ് ആയിട്ടായിരിക്കും കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ഹൈ ഡൂയിങ് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഹൗ ആർ യു ഡൂയിങ് എന്നാണ്. ഷോർട്ട് വേർഷൻ ആയിട്ടാണ് അവർ ചിലപ്പം പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കിക്കോണം. അതുപോലെ നമ്മൾ ഒരു വഴി എവിടോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആയാലും നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. പ്ലീസ്, ഇങ്ങനെയുള്ളതായ ചില ക്യാച്ചി വേർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ വേർഡുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് സാധിക്കാം. മനസ്സിലായോ? അതൊക്കെ ഒരു വളരെ മെമ്പർ. അത് മാത്രമല്ല, പിന്നെ വേറൊരു പ്രിപ്പറേഷൻ, നമ്മുടെ സ്ലീപ്പിംഗ് ടൈം ഇസ് ഡിഫറെന്റ്. അപ്പൊ നമ്മളുമായിട്ട് ഇപ്പോഴത്തെ അനുസരിച്ച് നമുക്കിപ്പോൾ ഡേ ലൈറ്റ് സേവിങ്സ് ഉണ്ടായത് കൊണ്ട് നമുക്കൊരു 10.5 മണിക്കൂർ നമ്മൾ ഇന്ത്യ മുമ്പിലാണ്. അപ്പൊ നമ്മൾ പുറകോട്ട് പോകണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വരുമ്പോഴത്തേന് രാത്രി, ഇപ്പോഴത്തെ സമയം നമുക്ക് രാത്രിയാണെങ്കിൽ ഇവിടെ പകല അല്ലെ. ഇപ്പം നമ്മളിപ്പോ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 7 മണിയല്ലേ. ഈ സമയം ഓൾറെഡി അവിടെ രാവിലെ എഴുന്നേറ്റു, കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള സമയമായി, ജോലിക്ക് പോകേണ്ടവരൊക്കെ റെഡി ആയി കഴിഞ്ഞു. സോ അങ്ങനെ ടൈം വ്യത്യാസമുണ്ട്. അപ്പം ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കസ്റ്റമറിനോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഡേ ട്രൈ ടു സ്ലീപ്പ് ആസ് മച്ച് ആസ് യു ക്യാൻ. മാക്സിമം ഉറങ്ങാതെ നമ്മൾ പകൽ സമയം ആയതുകൊണ്ട് അവിടെ വന്നിരുന്നിട്ട് ഹോട്ടലിൽ കയറി TV കണ്ടുകൊണ്ടിരിക്കരുത്. അപ്പൊ എന്താ പറയുക, ഡേ ടൈമിൽ യു വിൽ ബിക്കം വെരി സ്ലീപ്പി. അപ്പൊ അതിനേക്കാളും നല്ലത് യു സ്ലീപ്പ് മാക്സിമം. അപ്പൊ എന്താ പറയുക, നിങ്ങളുടെ ബോഡി സൈക്കിൾ വിൽ അഡ്ജസ്റ്റ് ദാറ്റ്. ഇപ്പൊ ഞാൻ ഇന്ത്യയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ആദ്യത്തെ ദിവസം ഞാൻ വരുമ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യുന്ന മോർണിംഗിലായിരിക്കും. ആ മോർണിംഗിൽ സപ്പോസ് ടു ബി സ്ലീപ്പിംഗ് ആയിരിക്കും. ഞാനത് സ്ലീപ്പ് ചെയ്യാതെ ത്രൂ ഔട്ട് ദ ഡേ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇവിടുത്തെ പാരന്റിൽ സ്ലീപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതിന് വിപരീതമായിട്ട് നമ്മളിപ്പോ പറയുവാണെങ്കിൽ, നമ്മളൊരു യാത്ര ചെയ്ത് വരുമ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നമ്മളുടെ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്യണം നമ്മളുടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എത്രത്തോളം അതിനോട് ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന ആ സംഭവം, അതായത് ഉറക്കക്ഷീണം കംപ്ലീറ്റ് ചെയ്യാൻ അത് പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ? ഇല്ല, അത് 2-3 ഡേയ്സ് എടുക്കും. എസ്പെഷ്യലി ഇപ്പം. പക്ഷെ അപ്പൊ അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. അവരുടെ യാത്രയിൽ അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ലക്ഷറി ഉണ്ട് അതിന്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ന്യൂയോർക്കിൽ കാണാനായിട്ട് പോകുന്നു. ന്യൂയോർക്കിൽ നമ്മൾ ഫുള്ളി നടക്കുമല്ല. അപ്പം ഡേ ടൈം നമ്മൾ വണ്ടിക്കകത്തിരുന്ന പോകുന്നത്. ആ വണ്ടിയിൽ പോകുന്ന ചിലപ്പം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അവർക്ക് നാപ്പ് എടുക്കാം. അപ്പൊ ദാറ്റ് വിൽ റീജുവിനേറ്റ് യുവർ ബോഡി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ജെറ്റ് ലാഗ് അത്രയും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂയോർക്കിൽ നമ്മൾ ഫിലഡൽഫിയയിലോട്ടോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ DC പോകുമ്പോൾ നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂർ ടൈമുണ്ട്. ആ ടൈമിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഉറങ്ങാൻ ശ്രമിക്കും. മനസ്സിലായോ? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിയുമ്പോൾ പറയും നമ്മൾ, ഇഫ് യു വാണ്ട് ഗോ ടു സ്ലീപ്പ് യു ക്യാൻ ഗോ ടു സ്ലീപ്പ്. അപ്പൊ അങ്ങനെ നമ്മൾ ബോഡിയെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സമയം. അപ്പൊ മെയ് ആകുമ്പോഴത്തേന് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറും പ്ലാന്റ്സ് എല്ലാം നല്ലതാവും. അപ്പൊ പിന്നെ വേറൊരു ദോഷമുണ്ട്. ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മുഴുവനും തണുപ്പുള്ള സ്ഥലമാണ്. യു ഹാവ് ടു ബി ക്വയറ്റ്, അതർവൈസ് വിൽ കോൾ ദ പോലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ത്രട്ടൻ ചെയ്യും.
നവംബർ അവസാനം തൊട്ട് ഡിസംബർ ടു മാർച്ച് വരെ ഒരു തണുത്ത കാലാവസ്ഥയാണ്, ഫെബ്രുവരി അവസാനം വരെ. അപ്പൊ നമ്മുടെ ടൂർ നമ്മൾ മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ മെയ്യിലോ ആണെങ്കിൽ, ജൂണിലാണെങ്കിൽ പോലും ഈസ്റ്റ് കോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈമാണ്. ഒരു ഇന്റർനാഷണൽ എയർലൈനിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 23 കിലോ വെച്ച് കൊണ്ടുപോകാം. അതായത് 2 പേർക്കും കൂടെ 46 കിലോ കൊണ്ടുപോകാം. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ട്? ഷുഗർ കംപ്ലൈന്റ് ഉണ്ടോ, BP കൂടുതലുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാനായിട്ട്